ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 7 ധന്യനായ ഇഗ്നാസി ക്ലോപ്പത്തോവ്സ്കി, പോളണ്ടിൽ നിന്നുള്ള ധന്യനാണ്. 2005 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ ബയാറ്റിഫൈ ചെയ്തത്. 2005 ജൂൺ 19. ഒരു കുലീന കുടുംബത്തിലാണ് പോളണ്ടിൽ അദ്ദേഹം ജനിച്ചത്. 1883 അദ്ദേഹം ലൂബ്ലിൻ സെമിനാരിയിൽ ചേർന്നു. 1891 വൈദിക പട്ടാഭിഷേകം സ്വീകരിച്ചു. ജൂലൈ 5 കൺവേർഷൻ ഓഫ് സെൻറ്റ് പോൾ എന്ന് പറയുന്ന ഇടവകയിൽ അസ്തേന്തിയായി അസിസ്റ്റൻ്റായി ജോലി ചെയ്തു. പിന്നെ സെൻറ്റ് വിൻസെൻസ് ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിട്ട് 1892 വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുക, മതബോധനം നൽകുക, പ്രഭാഷണം കൊടുക്കുക, പ്രഭാഷണ കല പഠിപ്പിക്കുക, പിന്നെ ധർമ്മശാസ്ത്രം, മോറൽ തിയോളജി, ധർമ്മശാസ്ത്രം അത് പഠിപ്പിക്കുക, കാനൻ ലോ പഠിപ്പിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. 14 കൊല്ലം സെൻറ്റ് വിൻസെൻ്റ് സെമിനാരിയിൽ. ലൂബ്ലിൻ കത്തീഡ്രലിലെ ഭദ്രാസന ദേവാലയത്തിൻ്റെ വികാരിയായിട്ട് 1892 മുതൽ 1894 വരെ 2 വർഷം. ഗ്രീക്ക് കാത്തലിക് ചർച്ച് ഓഫ് സെൻറ്റ് സ്റ്റനിസ്ലാവോസ് അതിൻ്റെ റെക്ടറായി 1894 ചാർജ് എടുത്തു. ഒരു എംപ്ലോയ്മെൻറ്റ് സെൻറ്റർ ലൂബ്ലിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. തൊഴിൽ കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് സെൻറ്റർ. അങ്ങനെ ഒരു തൊഴിൽ ദാതാവ് ആയിട്ട് അച്ഛൻ പ്രവർത്തിച്ചു. നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്നുണ്ടല്ലോ, പള്ളിക്കൂടം മാത്രം പോരാ, പണിശാല വേണം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം കിട്ടുന്ന ജോലിയില്ല, അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആകർഷണീയമായ ജീവിതശൈലി, തൊഴിൽ ഇവിടെ ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ പണിശാലകൾ തുടങ്ങണം പള്ളി എന്നുള്ള ഒരു ആവശ്യം പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇദ്ദേഹം അത് 1894 തന്നെ തുടങ്ങിയതാണ്. 19-ാം നൂറ്റാണ്ടിൽ ധാരാളം അനാഥാലയങ്ങൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു, വൃദ്ധമന്ദിരങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കോൺഗ്രിഗേഷൻ ഓഫ് ദ ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ദി ഇമാക്കുലേറ്റ് എന്ന അവരുടെ സഹായത്തോടു കൂടി ഈ ഗ്രാമങ്ങളിലെല്ലാം സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ജനങ്ങളെ വിദ്യാഭ്യാസമുള്ളവരാക്കുക എന്ന് കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് സഹിച്ചില്ല. അപ്പോൾ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യരെ ദരിദ്രരാക്കി നിർത്തുക, പാർട്ടി മാത്രം പണം സമ്പാദിക്കുക, ജനങ്ങളെ ദരിദ്രരായി നിലനിർത്തുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം. അപ്പോൾ ജനങ്ങൾ വിദ്യാഭ്യാസം വന്ന് ജോലി കിട്ടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ ആളുകൾ ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടാണ് ഈ റഷ്യൻ അധികാരികൾ അച്ഛനെ പീഡിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം പല വീക്കിലികളും മാസികകളും ന്യൂസ് പേപ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 1905 പോളിഷ് കാത്തലിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഗസിൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 1908 പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാർസോയിലേക്ക് നീങ്ങി. അവിടെ ഈ കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ന്യൂസ് പേപ്പർ കുറേ കൂടി വിപുലീകരിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തത്. പിന്നീട് മാർപ്പാപ്പയാകാനിരുന്ന പിയൂസ് 11 കൂടി ചേർന്ന് അദ്ദേഹം ഒരു കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ദ ബ്ലെസ്സഡ് വെർജിൻ മേരി ഓഫ് ലൊറേറ്റോ സ്റ്റാർട്ട് ചെയ്തു 1920 ജൂലൈ 31. അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ച് അവർക്ക് തൊഴിൽ നൽകി, അനാഥരെ സംരക്ഷിച്ച്, വൃദ്ധരെ സംരക്ഷിച്ച്, സെമിനാരിക്കാരെ പഠിപ്പിച്ച്, അങ്ങനെ അതിലൂടെ അതൊക്കെ ചെയ്തപ്പോഴും വിശുദ്ധനായി ജീവിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ആ കാര്യങ്ങളെല്ലാം വിശുദ്ധിയായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന കല,
അല്ലെങ്കിൽ വിശുദ്ധരായി ജീവിക്കാൻ പ്രത്യേകിച്ചൊരു കലയല്ലല്ലോ. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കുമായി ചെയ്യുക, ദൈവചിന്തയിൽ ചെയ്യുക, ഹൃദയ പരിശുദ്ധിയോടെ ചെയ്യുക. അങ്ങനെയാണ് വിശുദ്ധരാകുന്നത്. അതിന് നല്ല മാതൃകയാണ് ഈ ക്ലോപ്പസ്തോഫസ്കി എന്ന് പറയുന്ന അച്ഛൻ. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് ആളുകളുടെ പേരുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ പറയുന്ന കാര്യമൊന്ന് ആവർത്തിക്കുന്നതിന് കാരണം ഇത് നമ്മുടെ മനസ്സിൽ തറഞ്ഞു കയറാൻ വേണ്ടിയാണ്. വിശുദ്ധർ ഇപ്പോൾ സ്വർഗത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നുവെന്ന വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ധൂപത്തോടൊപ്പം ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറുന്നുവെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരെ കർത്താവിന് ചെയ്ത കാര്യങ്ങൾ സുവിശേഷം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ വിശുദ്ധരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണമെന്ന കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മർക്കോസ് 14:9. ഈ തിരുവചനങ്ങളൊക്കെ സത്യവേദ പുസ്തകത്തിലും കാണും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ഈ എംബറയും മാനുവേൽ, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, പിന്നെ ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളൊക്കെ വിശുദ്ധരെ ഓർക്കാത്തത് എന്തുകൊണ്ടാണ്, വിശുദ്ധ പ്രാർത്ഥന സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവരുടെ സത്യവേദ പുസ്തകത്തിനകത്തും ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ ഉണ്ട്. ആ വചനങ്ങൾ അവർ തമസ്കരിക്കുകയാണ്. എന്താ കാരണം? അത് കത്തോലിക്ക സഭയുടെ സീരിയസ് ആയി എടുക്കുന്ന വചനങ്ങളാണ്. മറ്റു വചനങ്ങളോടൊപ്പം തന്നെ എല്ലാ വചനങ്ങൾക്കും അതിന് പ്രോപ്പറായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്ന, അർത്ഥം കൊടുക്കുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭ. അപ്പോൾ കത്തോലിക്ക സഭയെ എതിർക്കാൻ വേണ്ടിയാണ് അവർ ഈ തിരുവചനങ്ങളൊക്കെ തമസ്കരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് മുമ്പിൽ അവർ കുറ്റം ചെയ്യുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിനെതിരെ അവർ കുറ്റം ചെയ്യുന്നു. അവർക്ക് മാനസാന്തരം ഉണ്ടാകാനും നമുക്ക് വിശുദ്ധരുടെ മാധ്യസ്ഥം, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ചോദിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.